ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ബേക്കിൽ കണ്ടില്ല നല്ലതല്ലേ കാണാൻ? ഞാനിപ്പോൾ താമസിക്കുന്നത് കോഴിക്കോട് ചിലപ്പുറം എന്ന് പറഞ്ഞ ഭാഗത്താണ്. ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ വരും, ഇപ്പോഴല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ കോഴിക്കോട് എങ്ങാണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അതിന് കൂട്ടത്തിൽ തന്നെ പയ്യെ വരും. അത് പോട്ടെ. ഇപ്പം നമ്മളെ എമ്പുരാൻ സിനിമ കാണാൻ പോവാണ്. ഞായറാഴ്ചയാണ്, ഇന്ന് 10:30 കൈരളിയിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എമ്പുരാൻ സിനിമേൻ്റെ അഭിപ്രായമൊക്കെ ഞാൻ വന്നിട്ട് കണ്ടിട്ടേ പറയുള്ളൂ. അതിനു മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. എമ്പുരാനെ കുറിച്ച് പറയാമല്ലോ, ഭയങ്കര ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട്. നല്ലതോ ചീത്തയോ എന്തൊക്കെയോ അങ്ങനെ ഭയങ്കര അഭിപ്രായങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയ സിനിമാ തിയേറ്ററും കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എമ്പുരാൻ സിനിമ. അതിനിടയ്ക്ക് കുറേ നുണപ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് എന്താ പറയുക, വെറുപ്പായിട്ട് തോന്നില്ല, നമ്മുടെ മേജർ രവി 2 ദിവസമായിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. എനിക്ക് മേജർ രവിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിന് കീർത്തിചക്രമൊക്കെ സൂപ്പർ പടമായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടമുള്ള അങ്ങനെ ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ ഇന്ന് അയാൾ പറഞ്ഞ കാര്യം, മോഹൻലാൽ എമ്പുരാൻ സിനിമ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. കാണാതെയാണ് തിയേറ്ററിൽ വന്ന് കണ്ടതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ജനുവരിയിൽ ആശീർവാദിൻ്റെ നേതൃത്വത്തിൽ ടീസർ ലോഞ്ച് നടന്നിരുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് ആശീർവാദ് സിനിമാസ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ നോക്കി കാണാം. മോഹൻലാൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഗുജറാത്തിൽ ഇവർക്ക് ഒരുപാട് കഷ്ടമൊക്കെ അനുഭവിച്ചിട്ടാണ് സിനിമ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ട്, നിങ്ങളും സിനിമ കാണണമെന്ന്. മോഹൻലാൽ തന്നെ നേരിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ഈ സിനിമ കണ്ടതാണ്. എന്നിട്ട് മേജർ രവി പറയുന്നു മോഹൻലാൽ സിനിമ കണ്ടിട്ടില്ല. എന്നിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇട്ട് കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു സംഭവം. അതെന്തോ എനിക്കത്ര ഒരു തൃപ്തിയായിട്ട് തോന്നില്ല. കാരണം മേജർ രവിനെ പോലൊരു ആളിങ്ങനെ പറയാൻ പാടില്ല. അദ്ദേഹം ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളൊക്കെയാണ്, അതൊക്കെ ഓക്കെ. എന്നാലും അങ്ങനെ ഒരു നുണ പറഞ്ഞ് പറത്തേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതിലിപ്പം മേജർ രവി പറയുന്നത് മോഹൻലാൽ സിനിമ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ മോഹൻലാൽ നേരിട്ട് ഇപ്പോഴും ഉണ്ട്, യൂട്യൂബ് ചാനലിൽ കിടന്നു. ആശീർവാദ് സിനിമാസ് എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോഴും ഉണ്ട്. ആ ടീസർ ലോഞ്ച് എടുത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. മോഹൻലാൽ പറയുന്നൊരു കാര്യമുണ്ട്, ഒരുപാട് കഷ്ടതയൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ഞങ്ങളെ സിനിമ പൂർത്തിയാക്കിയത്, ഞങ്ങൾ ആ സിനിമ കണ്ടതാണ്, നിങ്ങളും ആ സിനിമ കാണണം എന്ന് പറയുന്നു. അപ്പോൾ പിന്നെന്താ, അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. അപ്പം സിനിമയുടെ അഭിപ്രായം പറയുന്നതിന് എനിക്കിതൊന്ന് പറയണം തോന്നി. അപ്പോൾ ഇനി നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ അഭിപ്രായം ഞാൻ പറയാം. ഇത് കേട്ടപ്പോൾ എനിക്കൊരു എന്തോ ഒരു വിഷമം പോലെ തോന്നിയോണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞാണ് ഞാൻ ഈ സിനിമയ്ക്ക് പോവുകയാണ്. കൈരളിയിൽ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം കേട്ടോ. പ്രത്യേകിച്ച് വി ഹാഡ് ലോട്ട് ഓഫ് ഒബ്സ്റ്റക്കിൾസ്. ഞങ്ങൾക്ക് ഒരുപാട് സഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടതാണ്, നിങ്ങൾ കാണാൻ പോകുന്നതാണ്. ആൻഡ് താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു യൂട്യൂബ് ചാനലിലെ ഭാഗം. മൈലൊക്കെ ഇപ്പോഴും, അതായത് ഇപ്പോൾ അരമണിക്കൂർ മുന്നേ ഞാൻ നോക്കുമ്പോഴും 25,000 ടിക്കറ്റാണ് മണിക്കൂറിൽ വിറ്റ് പോകുന്നത്. അതും വിക്രമിൻ്റെയും സൽമാൻ ഖാൻ്റെയൊക്കെ പടം കളിക്കുന്ന സമയത്തും ബുക്ക് മൈ ഷോയിൽ നമ്പർ 1. ഞായറാഴ്ചയാണെന്ന് അതോർക്കണം, വ്യാഴാഴ്ച റിലീസായ പടമാണ്, ഞായറാഴ്ചയാണ്. ഇപ്പോഴും ഈ തിരക്ക് വരാണെങ്കിൽ ജനങ്ങൾ, ഫാമിലി, കുടുംബ പ്രേക്ഷകർ ഇതിലോട്ട് അടിച്ച് കയറുകയാണ്. അതിനെന്താ കാരണം അറിയാമോ? ലാലേട്ടൻ, ആ ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ, അത് തന്നെയാണ്. മോഹൻലാൽ എന്ന ഒരു വ്യക്തി ആ പടത്തിലുണ്ടായാൽ മതി, അവിടെയാണ് ആൾക്കാർ. ഈ റെക്കോർഡുകളൊക്കെ തകർക്കാനേ മോഹൻലാലിന് വേറെ പടം വരേണ്ടി വരും, അല്ലാതെ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹായ് ഹലോ. അങ്ങനെ നമ്മൾ എമ്പുരാൻ സിനിമ പോയി കണ്ടു, തിരിച്ചു വന്നു. എമ്പുരാൻ സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാലേ, ഇതൊരു മലയാളി ചെയ്ത മലയാള സിനിമയാണോ? ഒരു ഹോളിവുഡ് സ്റ്റൈൽ മേക്കിംഗ് ആണ് എമ്പുരാൻ. ഏതൊരു മലയാളിക്ക് അഭിമാനിക്കാം. പൃഥ്വിരാജിന് ഒരു കയ്യടി. അതെ, നല്ല സൂപ്പർ മേക്കിംഗ് ആണ് ഈ എമ്പുരാൻ എന്ന സിനിമ. ഈ എമ്പുരാൻ സിനിമയെക്കുറിച്ച് ഒരുപാട് ഡീഗ്രേഡിങ്ങും അതേപോലെ തന്നെ നെഗറ്റീവ് റിവ്യൂകളൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഞാനേ ഇന്നൊരാളെ കണ്ടു തിയേറ്ററിൽ. ഞാൻ 10:30 ഷോയ്ക്കാണ് പോയത്. 10:30 ഷോയ്ക്ക് അയാളുണ്ടായിരുന്നു. എമ്പുരാൻ സിനിമയെക്കുറിച്ച് യൂട്യൂബിൽ വളരെ മോശമായിട്ട് പറഞ്ഞ അയാൾ എമ്പുരാൻ സിനിമ കാണാൻ വേണ്ടി ഇന്ന് വന്നിരിക്കുന്നു. എന്താല്ലേ, ഞാൻ ഓർക്കായിരുന്നു അയാൾ സിനിമ കണ്ടിട്ടാണോ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ അയാൾ സിനിമ കാണാൻ വന്നു? അയാൾ സിനിമ കാണാതെയാണോ ആ റിവ്യൂ പറഞ്ഞത് ആവോ? എന്തിനു വേണ്ടിയിട്ടുള്ള യൂട്യൂബേഴ്സിനെയൊക്കെ പറയാനായിട്ട്. ഞാൻ പറയുന്നതേ എൻ്റെ അഭിപ്രായമാണ് എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച്. എമ്പുരാൻ എന്ന സിനിമ എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് പൃഥ്വിരാജിനെ പറയാതിരിക്കാൻ വയ്യ. ഇത്രയും ഒരു മികച്ച ഒരു സംവിധാനം
നമ്മൾ അത് ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ട് ചിത്രീകരിച്ച സിനിമയാണ് അതിൻ്റെ ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട്. അത് പൃഥ്വിരാജ് നമ്മുടെ അടുത്ത് പറഞ്ഞാണ്. ആ രാജ്യങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിയാതെ സഞ്ചരിക്കും. അതേപോലെ തന്നെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ട്. അതിലൂടെയൊക്കെ നമ്മൾ ആ സിനിമയോട് കൂടെ തന്നെ സഞ്ചരിക്കുന്ന ആ ഒരു പ്രതീതി ഉണ്ടല്ലോ, അത് ഈ സിനിമയിൽ നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റത്തെ ഒരു അരമണിക്കൂറൊക്കെ ഏതോ ലോകത്തായി പോകും നമ്മൾ. ആ ഒരു ഭയങ്കര വിവാദമായ ഒരു ഭാഗമൊക്കെ അവിടെയാണ്. അവിടെയൊക്കെ നമ്മൾ ഏതോ ഒരു ലോകത്തൊക്കെ ഏതോ ഒരു സിനിമ കാണുന്ന പ്രതീതി. അത്രയ്ക്ക് മികവുറ്റ ഡയറക്ഷൻ, ഒരു രക്ഷയില്ല കേട്ടോ. സംവിധാന മികവ്, അതേപോലെ തന്നെ ലാലേട്ടൻ്റെ സ്ക്രീൻ പ്രസൻസ് ഏതൊരു സിനിമാ പ്രേമിയെയും ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കുന്ന സീനുകളാണ്. ഇനി ഞാൻ 1-2 കാര്യങ്ങളൂടെ പറയാം. ഈ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ കുറേ പേര് പറഞ്ഞൊരു കാര്യമുണ്ട്, ലാലേട്ടന് കുറച്ച് സീനുകളേ ഉള്ളൂ, പൃഥ്വിരാജ് ലാലേട്ടനെ ചതിച്ചു, ലാലേട്ടൻ്റെ സംഭാഷണങ്ങളൊന്നുമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വലിയ സിനിമയാണ്, ഒരുപാട് താരങ്ങൾ അണിനിരക്കുന്ന സിനിമയാണ്. നമുക്കറിയാം ലാലേട്ടൻ്റെ രാവണപ്രഭു, നരസിംഹം, കിലുക്കം, കിരീടം, ദശരഥം, അതേപോലെ തന്നെ ഭരതം, വാനപ്രസ്ഥം, ഇതിലൊക്കെ ലാലേട്ടൻ 2.5 മണിക്കൂർ സിനിമയാണ്. 2 മണിക്കൂറും നിറഞ്ഞു നിൽക്കുന്ന ലാലേട്ടൻ നമ്മൾ കണ്ട് കൈയടിച്ചിട്ടുണ്ടല്ലേ. എന്നാൽ വെറും 40 മിനിറ്റിൽ ലാലേട്ടൻ വരുമ്പോൾ രോമാഞ്ചം വരികയാണ്, കൈക്കൂടെ രോമാഞ്ചം. നമ്മുടെ രോമങ്ങളൊക്കെ എഴുന്നേൽക്കുക. അത്രയ്ക്ക് എന്താ പറയുക, അത്രയ്ക്ക് ഒരു പ്രത്യേകതയിലാണ്, അല്ലെ അത്രയ്ക്ക് പ്രസൻസിലാണ് ലാലേട്ടനെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തിനാ ഡയലോഗ് പറയുന്ന ഓരോ വാക്കും നല്ല പഞ്ച് സാധനങ്ങളും. 10 വീടാ പറഞ്ഞാൽ 10ഉം പഞ്ചാ, പിന്നെന്താ കുഴപ്പം. അതേപോലെ തന്നെ ഇൻട്രോ സീനുകളൊക്കെ ലാലേട്ടൻ വരുന്ന ഓരോ സീനും കൈയടിയാണ്. ലാലേട്ടൻ്റെ പ്രസൻസ് മാത്രം മതി, ഒരു ഡയലോഗ് പോലും പറഞ്ഞില്ലെങ്കിലും സിനിമ പൊളിയാ. അത്രയ്ക്കാണ് ലാലേട്ടൻ. വെറുതെ അല്ല ലാലേട്ടൻ എല്ലാവരും നെഞ്ചിലേറ്റി കൊണ്ട് നടക്കുന്നത്. അത്രയ്ക്കുണ്ട് ഓരോരോ സീനുകളിലും ലാലേട്ടൻ്റെ പഞ്ചിങ്. അതേപോലത്തെ രീതിയിലാണ് പൃഥ്വിരാജ് ലാലേട്ടനെ അവതരിപ്പിച്ചത്. പിന്നെ ലാലേട്ടനെ ആരെ ചതിച്ചെന്ന് പറയാം. ഇത്രയും താരങ്ങൾക്ക് അവരുടേതായ ഒരു പ്രസൻസും കഥയ്ക്കും ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട്, ഓരോ സീനിനും ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് ചിത്രീകരിച്ച സിനിമയാണ് എമ്പുരാൻ. അല്ലാതെ മോഹൻലാലിന് വേണ്ടി മാത്രമോ അല്ലെങ്കിൽ പൃഥ്വിരാജിന് വേണ്ടി മാത്രമോ, പൃഥ്വിരാജൊക്കെ 2-3-4 സീനിലുള്ളെങ്കിലും ഉള്ളത് കിടക്കാച്ചിയാണ്. മഞ്ജു വാര്യർ എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ, ലൂസിഫറിലെ മഞ്ജു വാര്യറേ അല്ല ഇതിൽ, വേറെ ലെവൽ തീപ്പൊരി മഞ്ജു വാര്യർ. അങ്ങനെ ഓരോ ടൊവിനോ ആയിക്കോട്ടെ, സായികുമാർ ആയിക്കോട്ടെ, നന്ദു ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബൈജു ആയിക്കോട്ടെ, സുരാജ് വെഞ്ഞാറമ്മൂട് ആയിക്കോട്ടെ, അതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ താരങ്ങൾ, വിദേശ താരങ്ങളായിക്കോട്ടെ, വില്ലന്മാർ, എല്ലാവരും കിടുക്കാച്ചി തന്നെ. എല്ലാവർക്കും അതിൻ്റേതായ പ്രസൻസ് കൊടുത്തുകൊണ്ട് ഓരോ വിദേശ താരങ്ങളെയും ശരിക്കും തപ്പിയെടുത്ത് കൊണ്ടുവന്നില്ല. ആരെ എവിടെ ഉപയോഗിക്കണമെന്ന് പൃഥ്വിരാജിന് അറിയാം. അത്രയ്ക്ക് നല്ല കാസ്റ്റിങ്ങാണ്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ചിത്രത്തിൻ്റെ അവതരണ ശൈലിയാണ്, അടിപൊളി. പിന്നെ നമ്മൾ കുറ്റം പറഞ്ഞ ഒരാളുണ്ട്, ദീപക് ദേവിന് ഒരുപാട് പേര് കുറ്റം പറയുന്നുണ്ട്. ഇതിൽ മോഹൻലാലിൻ്റെ ഓരോ സീനും, മോഹൻലാലിൻ്റെ അല്ല പടത്തിൻ്റെ തന്നെ ഓരോ സീനും അത്ര മികവുറ്റതാക്കിയത് ഇതിൽ BGM. ദീപക് ദേവിനും കൊടുക്കാൻ ഒരു കയ്യടി, അടിപൊളിയാണ്. അതിലെ പാട്ടുകളായിക്കോട്ടെ അല്ലെങ്കിൽ അതിലെ BGM ആയിക്കോട്ടെ, ഒക്കെ കിടുക്കാച്ച സാധനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അടിപൊളി. ഓരോ സീനിനും എന്താണോ വേണ്ടത് അവിടെ കൊടുക്കുന്നുണ്ട്. ആ ഒരു ആക്ഷൻ സീനുകളൊക്കെ ഉണ്ട്, അതിൻ്റെ അപ്പോൾ ഒരു രക്ഷയില്ല, രോമാഞ്ചിഫിക്കേഷൻ സാധനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ദീപക് ദേവിനൊക്കെ വെറുതെ കുറ്റം പറയുക, ഒരാവശ്യമില്ലാതെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സുജിത് വാസുദേവ് സിനിമോട്ടോഗ്രാഫി. അതിലെ ഓരോ രാജ്യങ്ങളിൽ പോയിട്ടും എവിടെയൊക്കെയാണോ എന്തൊക്കെയാണോ അതൊക്കെ എങ്ങനെയാണോ പൃഥ്വിരാജിന് ആവശ്യം അതേപോലെ സിനിമയിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മളെ പിടിച്ചിരുത്തുന്ന ഘടകങ്ങൾ. അതേപോലെ ആക്ഷൻ, സ്റ്റണ്ട് സിൽവ, 2 ആക്ഷൻ ഉണ്ട്. മോഹൻലാലിനൊരു ജംഗിൾ ആക്ഷനും ഉണ്ട്, പിന്നെ ഒരു വേറെ ആക്ഷനും ഉണ്ട്. രണ്ടും കിട്ടുക്കാച്ച സാധനങ്ങൾ, വെറൈറ്റി ഐറ്റംസ്, രോമാഞ്ചിഫിക്കേഷൻ, അടിപൊളി. ഇതിനെന്താണ് കുറ്റം എന്ന് ഞാൻ കണ്ടുപിടിക്കുകയാണ്. ഒരു കുറ്റവും പറയാനില്ലാത്തൊരു സിനിമയാണ് എമ്പുരാൻ. ഒരു ലോകേതര സിനിമയാണെന്ന് പറയാം. ഇതൊരു പാൻ ഇന്ത്യ അല്ല, പാൻ വേൾഡ് സിനിമ എന്ന് വേണം പറയാം. നമുക്കിതിനൊരു മലയാള സിനിമ അല്ലാതെ കണ്ടാൽ തന്നെ അതിന് അഭിനയ മികവ്, BGM, സംഗീതം, അതുപോലെ തന്നെ ആക്ഷൻ, ക്യാമറ, ഇതെല്ലാം കൂടി നമ്മളെ വേറൊരു ദൃശ്യാനുഭവത്തിലോട്ട് കൊണ്ടുപോകും. ഒരു ദൃശ്യ വിസ്മയാണ് തീർത്തിരിക്കുന്നത് കേട്ടോ. ഈ സിനിമ നിങ്ങൾ നഷ്ടമാക്കരുത്. നമ്മൾ പറയാതിരിക്കാൻ പറ്റാത്ത ഒരാളുണ്ട്, മുരളി ഗോപി. അതായത് ഈ പടത്തിന് കുറച്ച് പേര് നമ്മൾ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. ഈ പടം എടുക്കാൻ പണം മുടക്കിയ ആന്റണി പെരുമ്പാവൂരും അതേപോലെ തന്നെ ഗോപാലേട്ടൻ, ഗോകുലത്തിൻ്റെ പ്രസൻസും ലാസ്റ്റാണ് വന്നെങ്കിലും നമ്മളത് എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആന്റണി പെരുമ്പാവൂർ പണം മുടക്കിയതുകൊണ്ടാവില്ല. ഈ സിനിമ സംവിധാനം ചെയ്യാൻ ഒരാൾ വേണം, ബ്രില്യൻ സംവിധായകൻ പൃഥ്വിരാജ്. ഇതിനൊരു കഥ വേണം, തിരക്കഥ വേണം. മുരളി ഗോപി ഇതിൽ അഭിനയിച്ച ഓരോ താരങ്ങളും, പ്രത്യേകിച്ച് ലാലേട്ടൻ അടക്കമുള്ളവർ
എല്ലാവർക്കും അടിപൊളി കൈയടി. അതിനെ അതിൻ്റേതായ രീതിയിൽ നമ്മുടെ മുന്നിൽ എത്തിച്ച് എഡിറ്റിങ് ചെയ്തതും അതേപോലെ തന്നെ നമ്മുടെ ക്യാമറ ചലിപ്പിച്ചതും സിനിമോട്ടോഗ്രാഫി എല്ലാം ഇതിലെ ഓരോ ടെക്നീഷ്യൻ വരെ നമുക്ക് എടുത്തവരായിരിക്കാൻ പറ്റില്ല. ഓരോ സീനും കിട്ടിക്കച്ചിയാണ്. പിന്നെ എൻ്റെതായ ഒരു അഭിപ്രായം കൂടെ ഉണ്ട്. ഈ സിനിമയ്ക്ക് ഒരുപാട് രാഷ്ട്രീയ പൊളിറ്റിക്സിൽ കൂടിയാണ് സഞ്ചരിക്കുന്നതെങ്കിലും ഇതിൽ ഫസ്റ്റത്തെ കുറച്ച് സീനുകളാണ് എല്ലാവരും പ്രശ്നമാക്കി പറയുന്നത്. അതേപോലെ ഒരു പ്രശ്നം കണ്ടതാണ് ഇതിലെ തീവണ്ടി ആ കത്തുന്ന അപകടത്തെക്കുറിച്ച് ആരും പരാമർശിക്കുന്നില്ല. ഇതെല്ലാം കൂടി ഒരു സിനിമയിൽ ഉൾക്കൊള്ളിക്കാൻ ബുദ്ധിമുട്ടാണ്. ആ ഫസ്റ്റ് എഴുതി കാണിക്കുമ്പോൾ അതിനൊരു വെറൈറ്റിയാണ്. അതിലെഴുതി കാണിക്കുന്നുണ്ട് തീവണ്ടി കത്തി നശിച്ചു, അതായത് ട്രെയിൻ കത്തി നശിച്ചു 150 മരണം എന്നുള്ള പത്രവാർത്ത ഇതിൽ കാണിക്കുന്നുണ്ട്. അതും കൂടി ഇതിൽ ഉൾപ്പെടുത്താതെ ഇതിൽ മെയിനായിട്ട് അത് ഇവർ ഉദ്ദേശിച്ചത് പൃഥ്വിരാജിൻ്റെ പ്രതികാരം ആ ഒരു ഇതിലായിട്ടാണ്, ഞാൻ ആദ്യം പറയുന്നില്ല, ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ആ കണ്ടന്റ് അവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എല്ലാം കൂടി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കത്. പക്ഷേ നമുക്കത് വലിയ രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ ഒരു മതപരമായിട്ടോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. സിനിമയായിട്ട് കാണുന്നവർക്ക് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. സിനിമയായിട്ട് കാണുക. അപ്പോൾ പിന്നെ അത്ര വലിയ ഫീലിംഗ് ഒന്നും വരുന്ന അത്ര വലിയ സീനുകളൊന്നുമില്ല. പിന്നെ അതിൽ വെട്ടിമുറിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എൻ്റെ അഭിപ്രായത്തിൽ. കാരണം എല്ലാം കൂടി ഉൾക്കൊണ്ടാലാണ് ആ പടത്തിൻ്റെ ആ ഒരു ത്രില്ലിങ് നമുക്ക് ലഭിക്കുക. പിന്നെ വെട്ടിമുറിക്കണോ വേണ്ടതെന്നൊക്കെ ചിന്തിക്കേണ്ടത് ഇതിൻ്റെ സിനിമയുടെ ആൾക്കാരാണ്. നമ്മൾ പോയി സിനിമ കാണുന്നു, ആസ്വദിക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനെ വെച്ചിട്ട് പ്രിയപ്പെട്ട പൃഥ്വിരാജ് മുരളി ഗോപി എഴുതിയ കഥ മനോഹരമാക്കിയിട്ട് നമ്മുടെ മുന്നിലോട്ട് അവതരിപ്പിച്ചു. അതിന് അവസരം ഒരുക്കി കൊടുത്ത ആന്റണി പെരുമ്പാവൂർ. അങ്ങനെ എല്ലാവർക്കും ഒരുപാട് നന്ദി. നല്ലൊരു സിനിമ നമ്മുടെ മുന്നോട്ട് എത്തിച്ചത്. പിന്നെ ഒരു ആഗ്രഹം കൂടി ഉണ്ട്, എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പാർട്ട് 3 എത്തിച്ചു തന്നാൽ അത്രയും നന്ദി. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അത്രയ്ക്ക് മുൾമുനയിൽ നിർത്തിയിട്ടാണ് ഈ എമ്പുരാൻ അവസാനിപ്പിക്കുന്നത്. പെട്ടെന്ന് കാണണം എന്നുള്ള ഒരു ആകാംക്ഷ ഉണ്ടല്ലോ. അതായത് എമ്പുരാൻ 3 കാണാൻ, അല്ലെങ്കിൽ ലൂസിഫറിൻ്റെ 3 മൂന്നാമത്തെ ഭാഗം കാണാൻ വളരെയധികം ആഗ്രഹമുണ്ട്. അത് എത്രയും പെട്ടെന്ന് എത്തിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതെന്ന് പോലെയാണ്. അതേപോലത്തെ ഒരു സീനും കൂടെ അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയിട്ട് സിനിമ തിയേറ്ററിൽ നിന്ന് തന്നെ വാച്ച് ചെയ്യണം. കാരണം ഇതൊരു തിയേറ്റർ സിനിമയാണ്. നമ്മുടെ മലയാള സിനിമയെ ലോകം ഒട്ടാകെ അറിയിച്ച, ലോകത്തുള്ള എല്ലാ ഭാഗത്തേക്കും എത്തിച്ചൊരു പാൻ വേൾഡ് സിനിമ എന്ന് വേണം പറയാം. പാൻ ഇന്ത്യയിലെ പാൻ വേൾഡ് സിനിമ എമ്പുരാൻ. ഇത് മിസ്സാക്കരുതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നല്ലൊരു ദൃശ്യ വിസ്മയമായിരിക്കും എമ്പുരാൻ എന്ന സിനിമ. ഇത് എൻ്റെ അഭിപ്രായമാണ്, എൻ്റെ അനുഭവമാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം, ഒരു നഷ്ടം വരില്ല. സൂപ്പർ സിനിമ. ഇതിൽ എല്ലാവരും തപ്പി നടന്ന ഒരാളുണ്ട്. ആരാന്നല്ലേ? ആ ഡ്രാഗൺ കാണുന്നില്ലേ ടീഷർട്ടിൻ്റെ പുറകിൽ? അയാളെ എല്ലാവരും തപ്പി നടന്നിരുന്നു. നമ്മുടെ വലിയ റിവ്യൂ ഒക്കെ ചെയ്യുന്ന ഒരാളുണ്ട്, അശ്വന്ത് കോക്ക്. നെഗറ്റീവേ പറയുള്ളൂ. ഏത് നല്ല പടം കണ്ടാലും അയാൾക്ക് നെഗറ്റീവേ വരുള്ളൂ. അയാളെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ വലിയ റിവ്യൂ ചെയ്യുന്ന ആളാണ്. അയാളെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കണ്ടേ ഈ ആളാരാന്നുള്ളത്? പേര് പോലും അറിയില്ല. വേറെന്താ പേരാ പറഞ്ഞേക്കണേ? പേര് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരാളുണ്ട് ഇതിൽ പരിചയപ്പെടുത്തിയിട്ടില്ല. റിക്കിയോ, ഒരു കൊറിയൻ വംശജനാണെങ്കിലും അമേരിക്കയിലൊക്കെയാണ് അയാൾ താമസം. നമ്മുടെ ജെയിംസ് ബോണ്ട് സിനിമയിലേക്ക് അഭിനയിച്ച ആളാണ്. അയാൾക്കതിൽ വലിയ പ്രസക്തി ഇല്ല എന്ന് പറയാൻ വേണ്ട, പ്രസക്തി ഉണ്ട്. പക്ഷേ അയാളുടെ ശരിക്കും പ്രസക്തി വരുന്നത് അടുത്ത പാർട്ടിലായിരിക്കും. അതായിരിക്കാം. അത് കുഴപ്പമില്ല. അയാൾ പൃഥ്വിരാജിനെ അറിയാം ആരെ എവിടെ വേണമെന്ന്. അയാളെക്കുറിച്ചൊക്കെ ഒരുപാട് നെഗറ്റീവ് ഉണ്ട്, അയാൾ എന്തിനോ കൊണ്ടിട്ടെന്നൊക്കെ. ആ ക്യാരക്ടറിന് അയാളെ പറ്റൂ. എവിടുന്ന് തപ്പിയെടുത്ത് കൊണ്ടുവരുന്നതാണ് ഭയങ്കരം. പൃഥ്വിരാജിന് ഭയങ്കര സംഭവട്ടോ. നല്ലൊരു കഴിവുള്ള വ്യക്തിയാണ് പൃഥ്വിരാജ്. ലാലേട്ടനെയൊക്കെ എന്തുപോലെയാണ് അഭിനയിപ്പിച്ചിരിക്കുന്നത്. ഓരോ സീനും കിടിലോസ്കി സീനുകളാണ്. കുറഞ്ഞ സീനുകളുള്ളെങ്കിലും, കുറഞ്ഞ സീനുകളല്ല ഉള്ളത് പഞ്ചാക്കിയാണ് കൊടുത്തേക്കുന്നത്. ഓരോ സീന് വരുമ്പോൾ നമ്മൾ അറിയാതെ കൈയടിച്ചു പോകും. അത്രയ്ക്ക് പെർഫെക്റ്റ് സീനുകളാണ് മോഹൻലാലിനുള്ളത്. മോഹൻലാലിനെ കുറിച്ചൊക്കെ ഒരുപാട് നെഗറ്റീവാണ് ഓരോരുത്തർ പറഞ്ഞിരിക്കുന്നത്. എന്ത് നെഗറ്റീവ്? മോഹൻലാലിന് ഡയലോഗ് ഇല്ല എന്നൊക്കെ. ഉള്ള ഡയലോഗാണ് കുറിക്കൊള്ളുന്ന സാധനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. 3/4 മണിക്കൂറാണെങ്കിലും 3/4 മണിക്കൂർ നമ്മളെ കിടിലം കൊള്ളിക്കുന്ന സീനുകളും പോരെ. അങ്ങനെയൊക്കെയാണ് ലാലേട്ടനെ കൊണ്ടേ പറ്റൂ. ലാലേട്ടൻ ആയതുകൊണ്ട് മാത്രമാണ് ഈ ലോക സിനിമയിൽ എമ്പുരാനൊരു സ്ഥാനം ഉണ്ടായത്. ലോക സിനിമയിൽ അറിയാലോ, ഇപ്പോൾ ബുക്ക് മൈ ഷോയിലൊക്കെ ഇപ്പോൾ അരമണിക്കൂർ തന്നെ ഞാൻ നോക്കുമ്പം മണിക്കൂറിൽ 25,000 30,000 ടിക്കറ്റുകളാണ് വിറ്റ് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് ഞായറാഴ്ചയാണ്, വ്യാഴാഴ്ച റിലീസായ പടം ഇന്ന് ഞായറാഴ്ചയാണ്. മണിക്കൂറിൽ വിറ്റ് പോകുന്ന ടിക്കറ്റാണിത്. അതും ഒരു പക്ഷേ ഇനി മലയാള സിനിമ അറിയാൻ പോകുന്നതേ എമ്പുരാന് മുമ്പും എമ്പുരാന് പിമ്പും എന്നായിരിക്കും. അതേപോലത്തെ ഒരു നാഴികക്കല്ലായി തീർന്നിരിക്കുകയാണ് എമ്പുരാൻ. ഇനിയും ഒരുപാട് സംവിധായകർക്ക്, ഒരുപാട് എഴുത്തുകാർക്ക്, ഒരുപാട് അഭിനേതാക്കൾക്ക് എമ്പുരാൻ പോലുള്ളൊരു പാൻ വേൾഡ് സിനിമ, അതേപോലത്തെ ഒരു സിനിമ നിർമ്മിക്കാനും അതേപോലത്തെ സിനിമയിൽ അഭിനയിക്കാനും അതുപോലൊരു സിനിമ സംവിധാനം ചെയ്യാനും കഴിയട്ടെ എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്.
എല്ലാവരും എമ്പുരാൻ തിയേറ്ററിൽ പോയി കണ്ടോളൂ. അടിപൊളി സിനിമയാണ്. കണ്ടാലും ഇല്ലെങ്കിൽ എനിക്ക് നഷ്ടമൊന്നുമില്ലേ, എനിക്കവർ പൈസ തരുന്നില്ല. പക്ഷേ നല്ലൊരു സിനിമ ആസ്വാദകൻ ആണ് നിങ്ങളെങ്കിൽ ഈ സിനിമ മിസ്സാക്കരുത്, തിയേറ്റർ മിസ്സാക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.